ഇത്തവണത്തെ വട്ടമേശ ചർച്ച ചെയ്യുന്നത് BJPയുടെ കോഴിക്കോട്ട് നടന്ന ദേശീയ കൗൺസിൽ യോഗം, അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, എന്താണ് BJPയുടെ ലക്ഷ്യം, എന്താണ് BJPക്ക് കേരളത്തിൻ്റെ പ്രസക്തി, NDAയുടെ പ്രസക്തി. വട്ടമേശ ചർച്ച ആരംഭിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് VV രാജേഷ്, ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, CPM നേതാവും രാജ്യസഭാംഗവുമായ CP നാരായണൻ, ഡോക്ടർ ജോസുകുട്ടി CA, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ, J. അജിത് കുമാർ, വീക്ഷണം ദിനപത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ. ചർച്ച ആരംഭിക്കുന്നു. രാജേഷ്, എന്താണ് BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൻ്റെ ഒരു പ്രസക്തി? കാരണം കേരളത്തിലെ ഇപ്പോഴും ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദേശീയ കൗൺസിൽ യോഗം കേരളത്തിൽ വയ്ക്കുകയും അത് കേരളത്തിൽ തന്നെ കോഴിക്കോട്ട് വയ്ക്കുകയും അവിടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും കേരളത്തിൻ്റെ ഫോക്കസിൽ പ്രത്യേകമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഇവിടെ ഇപ്പോൾ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ ദേശീയ സമ്മേളനം, ദീൻദയാൽജി ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി ചുമതലയേറ്റ ദേശീയ സമ്മേളനം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് കോഴിക്കോട് വെച്ചാണ്. ദീൻദയാൽജി എനിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ജനസംഘത്തിൻ്റെ ദേശീയ അധ്യക്ഷനായി ഇരിക്കുവാൻ വേണ്ടി സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞ് പോകേണ്ടി വന്നു. എന്നാൽ ആ കോഴിക്കോട് നടന്ന ദേശീയ സമ്മേളനം ഇന്ത്യയിൽ തന്നെ ജനസംഘത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. അതോടൊപ്പം തന്നെ തികച്ചും വിരുദ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് പ്രവർത്തിച്ചു പോകുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ സമ്മേളനം 1967 കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനം വലിയൊരു പ്രചോദനമായി. അപ്പോൾ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിൽ തന്നെ വെച്ച് നടത്തുക എന്നുള്ളത് ഇന്നത്തെ ജനസംഘത്തിന് ശേഷം അതേ ആദർശം പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി മാറിയ BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ആവശ്യമായ ഒരു ഘടകമായി മാറി. അത് കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. അതാണ് ഈ കോഴിക്കോട് തിരഞ്ഞെടുക്കുവാനുണ്ടായ പശ്ചാത്തലം. മറ്റൊന്ന്, പാർട്ടി അന്ന് സമ്മേളനം നടത്തിയ അവസ്ഥയല്ല. ഇന്ന് പാർട്ടി ഭരണത്തിലാണ്. ഒരുപാട് വളരെ വലിയ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് ഉണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്താണ്. ഇനി ഭരണവും പ്രതിപക്ഷവും അല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ജനപിന്തുണ ആർജിച്ചു വരികയാണ്. അങ്ങനെ ജനപിന്തുണ ആർജിച്ചു വരികയും ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഭരണത്തിലെത്താമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ BJPക്ക് തിരുവനന്തപുരം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭയിൽ തന്നെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. മലബാർ മേഖലയിലും അതുപോലെ വളർന്നു വരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ BJP RSS പ്രവർത്തകർക്ക് നേരെയൊക്കെ നടക്കുന്ന രാഷ്ട്രീയ അക്രമങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തകർക്ക് നല്ലൊരു ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ജനപിന്തുണ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന ഒരു സൗഭാഗ്യം കൈവരികയും അത് കോഴിക്കോട് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് പരമാവധി നല്ലൊരു തീരുമാനമായിരുന്നു. ശ്രീ CP നാരായണൻ, BJPക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നാഷണൽ കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ രാജേഷ് മുമ്പേ വ്യക്തിപരമായിട്ട് പറഞ്ഞത് 6 മാസം കൂടുമ്പോൾ, BJP എക്സിക്യൂട്ടീവ് ഓരോ 3 മാസം കൂടുമ്പോഴും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് നടക്കുന്നതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. ഇവിടെ ദേശീയ കൗൺസിൽ യോഗം ഏതാണ്ട് 10-12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു സമ്മേളനം, മഹാസമ്മേളനമാണെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ഒരു വലിയ മാമാങ്കത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് എത്തിക്കുകയും ചെയ്തത് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ആയിരിക്കും. ഇപ്പോൾ രാജേഷ് പറഞ്ഞല്ലോ, അവരുടെ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരണം. അങ്ങനെ BJPയുടെ അധികാരം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ടാവണം എന്നൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ടാവും. അധികാരത്തിൻ്റെ തുടർച്ച വേണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അതെല്ലാം നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സമ്മേളനം നടത്തിയത് കൊണ്ടോ അതിൽ കുറേ ആളുകളെ പങ്കെടുപ്പിച്ചത് കൊണ്ടോ മാത്രം അതിൽ വിജയം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ സമ്മേളനം നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നോക്കിയപ്പോൾ മലയെലിയെ പ്രസവിച്ച പോലെയായി എന്ന് പറയേണ്ടി വരും. ആകെ ഒരു ദിവസം ഏതാണ്ട് 2-3 മണിക്കൂറാണ് ആ സമ്മേളനം ഉണ്ടായത്. ഞങ്ങളുടെ ഇപ്പോൾ ഇവരെ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ദേശീയ തലത്തിൽ ഞങ്ങൾക്കൊരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി കൂടുകയാണെങ്കിൽ 2-3 ദിവസം ഉണ്ടാവും. അതിന് ദിവസം 8-9 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനൊരു അജണ്ടയുണ്ടാവും. ആ അജണ്ട
തീർച്ചയായിട്ടും ഈ എവിടെയാണോ യോഗം ചേരുന്നത് അതിനെ സംബന്ധിച്ചായിരിക്കില്ല അവരുടെ ദേശീയ അജണ്ട. സ്വാഭാവികമായിട്ട് അവരുടെ ഉണ്ടാവും. ആ ദേശീയ അജണ്ട തന്നെ ചർച്ച ചെയ്തോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ദേശീയ തലത്തിൽ ഇന്ന് BJP നേരിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ ഒരുപാട് വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച വെല്ലുവിളികളുണ്ട്. അതൊക്കെ അവർ ചർച്ച ചെയ്തോ? അതിനൊക്കെ പകരം പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രസംഗം ഒന്ന് ഒരു പൊതുയോഗത്തിലും രണ്ടാമത് അവരുടെ സമ്മേളനത്തിലും നടത്തിയത് കഴിഞ്ഞാൽ വേറെ പിന്നെ ഭാരവാഹികളുടെ യോഗം കൂടി ഒരു ദിവസം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഈ യോഗം ചേർന്നു നല്ല ഇപ്പോൾ രാജേഷ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ എടുത്തു വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അക്രമം നടക്കുന്നതിൻ്റെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് BJP അല്ല, ജനസംഘം ലയിച്ചു ചേർന്ന ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന 1977 തുടർന്നാണ് കണ്ണൂർ ജില്ലയിൽ അക്രമം ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ കാലത്ത് അകാല ചരമമടഞ്ഞ പാട്ടിം ഗോപാലൻ്റെ മരിച്ചതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അന്ന് EMS പറയേണ്ടി വന്നത് ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട, RSകാരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട. കാരണം ആ തരത്തിലൊരു അകൽച്ച വന്നോടെ അത് ജനതാ പാർട്ടിയിൽ ലയിച്ചു, ഇവർ ഒന്നായി. അതിനെ തുടർന്നാണ് പിന്നെ ഇവർ ഈ ദ്വയാംഗത്വത്തിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ വന്നത്. അത് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ പ്രത്യാഘാതം നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഇവിടെ കേരളത്തിൽ ശരിയാണ്, മറ്റേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലായാലും അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും മുമ്പില്ലാത്ത ഒരു മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് അവരെ പിന്നീട് സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ പിന്നീട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അത് പിന്നെ പല ഭാഗങ്ങളെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഡോക്ടർ ജോസഫ് കുട്ടി, ഇതിനകത്ത് രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്ക് നരേന്ദ്രമോദിയുടെ പ്രസംഗം, എനിക്ക് ആ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടു. നരേന്ദ്രമോദി അല്ലെങ്കിലും ഒരു നല്ല പ്രസംഗകനാണ്. രാഷ്ട്രീയ നേതാവിനേക്കാൾ രാഷ്ട്രീയ നേതാവ് അത്യാവശ്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. നരേന്ദ്രമോദി അതിൽ അഗ്രഗണ്യനാണ്. നല്ല പ്രസംഗം, അത് വിദഗ്ധമായി ജനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, അതൊരു നല്ല ഒരു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഒരു പ്രത്യേക കഥാപാത്രം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മുസ്ലിങ്ങളെ നമ്മളൊരു വോട്ട് ബാങ്കായിട്ടല്ല കാണേണ്ടത്. എനിക്ക് തോന്നുന്നൊരു BJP നേതാവ് കേരളത്തിൽ, അത് കോഴിക്കോട് പോലെ ഒരു കേന്ദ്രത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ആ വാചകത്തിന് വലിയ പ്രസക്തിയുണ്ട്. പാകിസ്ഥാൻ ജനതയാണ് കയ്യിലെടുക്കുന്നത്. പാകിസ്ഥാൻ ജനതയെ കയ്യിലെടുക്കുന്നു, ഗവൺമെൻറ്റിനെ തള്ളി പറയുന്നു. ജനങ്ങൾ എന്തിനാ നമ്മൾ ദാരിദ്ര്യത്തിന് വേണ്ടി 1000 വർഷം സമരം ചെയ്യാമെന്ന് ഗവൺമെൻറ്റിനോട് പറയുന്നു, പാക് ഗവൺമെൻറ്റിനോട് പറയുന്നു. പക്ഷേ അതേസമയം ഡൽഹിയിൽ പോയി ചെന്നിട്ട് അദ്ദേഹം വെള്ളത്തെയും പിടിമുറുക്കാൻ തുടങ്ങുന്നു. ആ ഒരു വൈരുദ്ധ്യം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതിൻ്റെ അന്തസത്ത? നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ വളരെ നല്ലൊരു ഒറേറ്ററാണ്. ലോകത്തിലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പ്രാസംഗികരിൽ ഏറ്റവും ഭംഗിയായി ഒരു മാസ് ഹിസ്റ്റീരിയ തന്നെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ളൊരു പ്രസംഗകനാണ്. അതെന്ത് സന്ദേശമാണ് കൊടുക്കാൻ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ നാഷണൽ കൗൺസിലിൽ BJPയുടെ കൈവിട്ടു പോയ ഒരു സമ്മേളനമാണിത് ഒരർത്ഥത്തിൽ. കാരണം BJP സമ്മേളനത്തെ കണ്ടിരുന്നത് ദേശീയ തലത്തിൽ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളൊരു സമ്മേളനമായിരിക്കണം ഇതെന്നുള്ള ഒരു ആശയമുണ്ടായിരുന്നു. 2, കേരള രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു സ്വാധീനവും. ഇത് 2 ഉദ്ദേശമുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊരു വരേണ്യവർഗ അല്ലെങ്കിൽ മുതലാളിത്ത ബിസിനസ്സുകാരുടെ പാർട്ടിയാണെന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രാജേഷ് എന്നോട് ചിലപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി യോജിച്ചില്ലെങ്കിൽ കൂടി ഞാൻ പറയുന്നത് ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിൽ വന്നിട്ടുള്ള വലിയൊരു പ്രശ്നമാണ്. അത് പാർട്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനത്തിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അത്. പക്ഷേ നമ്മൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇതൊരു ബിസിനസ്സുകാരുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ പണക്കാരുടെ പാർട്ടിയാണ്, ദളിത് പാർട്ടിയിൽ നിന്ന് പാർട്ടിയാണ്, അകലുന്നു. അതിന് ഗുജറാത്തിലും ഹരിയാനയിലെ ജാട്ടുകാരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടന്ന രോഹിത് ബഹുമൂല അതുപോലെയുള്ള മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് കണ്ടാൽ ഇത് BJP നേരിടുന്നൊരു വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ദേശമായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സാഹചര്യം. BJP ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയം പയറ്റുന്നുണ്ട്. അത് രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ്, സാഹചര്യങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യമൊക്കെ മുതലെടുത്തുകൊണ്ട്. അതേ ഒരു സന്ദേശം കേരളത്തിൽ കോൺഗ്രസ്സിനോട് കൊടുക്കുന്നുണ്ട്.
അതായത് ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് കോൺഗ്രസ്സുകാരെ ഞങ്ങൾക്ക് കിട്ടും. ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഒരു വലിയ മാമാങ്കം പോലെ നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് പേരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പ്രോസ്പെക്ട്സ് ഇനി ദേശീയ തലത്തിലും കേരള രാഷ്ട്രീയത്തിലും എന്താണ്, ഞങ്ങൾക്കിവിടെ ചില മാനിപ്പുലേഷൻസ് ഒക്കെ നടത്താനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു പാർട്ടിയാണെന്നുള്ള സന്ദേശം കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരു പരിധി വരെ വിജയിച്ചുവെങ്കിലും അതിൻ്റെ അകത്ത് ചില അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ഇടയ്ക്കാണ് ഈ ഊറി വിഷയം പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം കയറി വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രസംഗം റീഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നടത്തിയത്. കാരണം ദേശീയതയോട് കോഴിക്കോട്ടെ നരേന്ദ്രമോദിയുടെ പ്രസംഗം കോഴിക്കോട്ട് നടത്തിയ പ്രസംഗമാണെങ്കിലും പാർട്ടിക്കാരോടല്ല, ഇന്ത്യയോട് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ ഉള്ള ഡയമെൻഷനിലേക്കാണ് മോഡി പ്രസംഗിച്ചത്. അതെ, ഈ ദേശീയ കൺവെൻഷനിൽ ഉദ്ദേശിച്ചിരുന്ന പ്രശ്നം ഊറി പ്രശ്നം വന്നതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പോലും ഇതിൽ പരാമർശിക്കപ്പെടില്ലായിരുന്നു. പരാമർശിക്കപ്പെടുന്നത് ദളിത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർശ്വവശങ്ങൾ ഇതിൽ കാണാനുണ്ട്. അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്തെങ്കിലും BJP നേരിടുന്ന വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദളിത്, ഉദാഹരണമായിട്ട് ഈ BJP ഇവിടെ ഉന്നയിച്ചൊരു പ്രധാന മുദ്രാവാക്യം നമ്മൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഗരീബ് കല്യാൺ, പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നുള്ള ആശയം അവിടെ വെച്ച് കഴിഞ്ഞു. ദളിത്, ന്യൂനപക്ഷങ്ങളുടെ ഐക്യം, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വളരെ വിശ്വാസം നൽകുന്ന ഒരു പ്രസ്താവന. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ അന്ത്യോദയ എന്നായിരുന്നു ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞത്. അതിനെ മാറ്റിയിട്ടാണ് മോദി ചെയ്തത്. അത് ജനങ്ങളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അന്ത്യോദയ എന്ന് പറഞ്ഞാൽ ആരെന്ത് മനസ്സിലാക്കുന്നു. പക്ഷേ ഗരീബ് കല്യാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ ക്ഷേമം, ദളിതരുടെ ക്ഷേമം, ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം എന്ന മുദ്രാവാക്യം മാറ്റിയത് തന്നെ ഇദ്ദേഹം ഇടപെട്ടിട്ടാണ്. അപ്പോൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലെ വലിയൊരു സ്ലോഗൻ, ഇപ്പോൾ ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെയുള്ള വലിയ ഒരു ശേഷിയുള്ള ഒരാളാണ് മോഡി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് കൃത്യമായി മലബാറിലെ മുസ്ലിം സമൂഹത്തെ കയ്യിലെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയൊരു സംഭവമായിരിക്കും. ചിലപ്പോൾ കടുത്ത തീവ്ര നിലപാടുകളുള്ള മുസ്ലിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു തോന്നൽ. അതിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഒരു കാരണമാണ്. കാരണം കാശ്മീരിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ അവിടെ പ്രാദേശികമായി ാണെങ്കിൽ കൂടി അതിനൊരു മതാധിഷ്ഠിത സ്വഭാവം കൂടുതലായി കാശ്മീരിൽ വന്നിട്ടുണ്ട്. കാശ്മീരിലെ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യക്കെതിരെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ISSന് സിന്ദാബായും കടന്നു വരുന്നുണ്ട്. കാരണം കേരളത്തിൽ വലതുപക്ഷ ഹിന്ദുത്വയ്ക്ക് സ്വാധീനമുള്ളൊരു ഭരണം വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ കുറേയെല്ലാം കാശ്മീരിലുണ്ട്, അല്ലെങ്കിൽ ചില മുസ്ലിം കോർണറുകളിലുണ്ട്. അതിനും കൂടെ ഒരു മറുപടി കൊടുക്കുവാൻ മോദി ശ്രമിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തീവ്രമായിട്ടുള്ള ആൻറ്റി മുസ്ലിം വിരുദ്ധ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്ന തലത്തിൽ മാത്രമല്ല ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ മാറാമെന്നുള്ള സംഭവങ്ങൾ കാശ്മീരിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെയെല്ലാം കൂടെ ചേർത്തിട്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ് പ്രസംഗത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അജിത് കുമാർ. അജിത്ത്, ഇപ്പം കേരള നിയമസഭയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു. അതിനുശേഷമാണ് BJPക്ക് ഒരു ആത്മവിശ്വാസത്തോട് കൂടി കടന്നു വരുന്നു കോഴിക്കോട് സമ്മേളനത്തിലൂടെ. അപ്പോൾ വ്യക്തമായ അജണ്ടയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൻ്റെ ഒരു റെസിഡൻറ്റ് എഡിറ്റർ എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ കാണുന്നു? ശ്രീ ജേക്കബ് ജോർജ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീ നരേന്ദ്രമോദി നല്ലൊരു ഷോമാൻ തന്നെയാണ്. അദ്ദേഹം ശ്രീ പ്രൊഫസർ ജോസൂട്ടിയും പറഞ്ഞതുപോലെ നല്ലൊരു ഒറേറ്ററാണ്. ഏത് ഇൻ്റർനാഷണൽ ഫോറത്തിലും നന്നായിട്ട് പ്രക്ഷോഭിക്കുന്ന ഒരു ഒറേറ്ററൽ സ്കിൽസുള്ള നേതാവാണ്. ആ കാര്യത്തിൽ നമുക്ക് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുള്ള രീതിയിൽ ആ ഒരു സൈഡ് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമിൻ്റെ പിന്തുണയോടെ എന്ന് ഞാൻ പറഞ്ഞാൽ ശ്രീ രാജേഷ് പോർക്കണം വലിയ ഈ പറഞ്ഞ പോലെ വലിയൊരു മാമാങ്കം ഈ നാഷണൽ കൗൺസിലിൻ്റെ പേരിൽ കോഴിക്കോട്ട് നടത്തുകയും കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ആളുകളെ കൊണ്ട് ഇറക്കി അവിടെ വലിയൊരു സദസ്സ് രൂപപ്പെടുത്തുകയൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ ഒരു പക്ഷേ സമ്മേളനം വിജയകരമാണെന്ന് അവർക്ക് അവകാശപ്പെടാമായിരിക്കും. പക്ഷേ അവരുടെ പ്രധാന അജണ്ട ഇത് തന്നെയായിരുന്നു, ഈ കേരളത്തിൽ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ള ആ ഒരു പ്രധാന അജണ്ട തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് ശക്തമായൊരു സെറ്റ് ബാക്ക് ഉണ്ടായി. കോൺഗ്രസിൻ്റെ സീറ്റുകൾ വല്ലാണ്ട് ചുരുങ്ങി. അതിനുശേഷം മുന്നണിയിൽ തന്നെ പിളർപ്പ് പോലെ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ UDF കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഒരു ക്ഷീണിതാവസ്ഥയിലാണ്. അവിടെ ആ സ്പേസിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം ആയിരിക്കണമല്ലോ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത്, അല്ല കോഴിക്കോട്ട് വെച്ച് നടത്തിയത്. അവർക്ക് ന്യായീകരണമുണ്ട്. 50 വർഷം മുമ്പും കോഴിക്കോട്ട് വെച്ചായിരുന്നു. ദീനദയാൽ ഉപാധ്യായയുടെ ശതാബ്ദി വർഷമാണ്. അന്ന് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. പിന്നീട് ഒരു 50 കൊല്ലം. അതൊക്കെ എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ കോയിൻസൈഡ് ചെയ്തു വരും. തിങ്സ് ഫോളിങ് ഇൻ പ്ലേസ് എന്ന് പറയുന്ന പോലെ. പക്ഷേ ശ്രീ നരേന്ദ്രമോദി അന്ന് തന്നെ ശ്രീ മോദിയുടെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്ന ഊറിയിൽ നമ്മുടെ 18 ധീരജവാന്മാരുടെ രക്തസാക്ഷ്യത്തിന് ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നത്.
അതിനെ കേൾക്കാൻ സാഹൂത ഇരിക്കുകയായിരുന്നു. മലയാളി മാത്രമല്ല, ഇന്ത്യൻ സമൂഹം, വേൾഡ് കമ്മ്യൂണിറ്റിയും പോലും. അവിടെ ആ റോളും ഇദ്ദേഹം ഈ ഷോമാൻ വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. കൂടെ നിൽക്കുന്ന അതിനേക്കാൾ വലിയ ഷോമാനാണല്ലോ പാർട്ടി പ്രസിഡന്റ് അമിത് ഷാ. നല്ല ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത് അത്യാവശ്യം ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് സത്യം. പക്ഷേ ശ്രീ രാജേഷ് തുടക്കത്തിൽ പറയുന്നത് ഭവന ശ്രീ CP നാരായണൻ സാർ ഇത് ഒബ്ജക്റ്റ് ചെയ്തുമൊക്കെ ആ കാര്യത്തോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കേരളത്തിൽ ഞങ്ങളങ്ങ് ഏതെങ്കിലും ഒരു കാലത്ത് ഭരണത്തിലെത്തിക്കൊള്ളാം എന്നൊക്കെ, അല്ലെങ്കിൽ എത്ര അടുത്ത ഭാവിയിൽ ഭരണത്തിലെത്തും എന്നൊക്കെയുള്ള മലർപ്പൊഴിക്കാരൻ്റെ സ്വപ്നം കൊണ്ട് രാജേഷിൻ്റെ പാർട്ടി ജീവിക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ കേരളത്തിൻ്റെ മനസ്സിപ്പോഴും പാകപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞ BJPയുടെ വർഗീയ അജണ്ടയെ പോഷിപ്പിക്കാനോ അതിനോട് ചേർന്ന് നിൽക്കാനോ കേരളത്തിൻ്റെ മനസ്സിപ്പോഴും സന്നദ്ധമല്ല. ശ്രീ രാജേഷിൻ്റെയൊക്കെ ജന്മകാലം, ഞങ്ങളൊക്കെ അതിനേക്കാൾ പ്രായം കൊണ്ട് സീനിയറായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതകാലത്ത് പോലും BJP കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ശ്രീ രാജേഷ്. അപ്പോൾ പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ചതുപോലെ ഈ ഒരു അജണ്ട തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ അജണ്ട, പ്രയോറിറ്റി നമ്പർ 1. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ക്ഷീണിച്ചാൽ അവിടെ ശക്തമാകാൻ കൂടുതൽ സാധ്യത BJPക്ക് ആയിരിക്കും. അപ്പോൾ കോൺഗ്രസ് ക്ഷീണിക്കാതിരിക്കുക എന്നുള്ളതാണ്, മതേതര കക്ഷികൾ ഇവിടെ കൂട്ടായ്മ ശക്തമായി തുടരുക എന്നുള്ളതാണ്. അതിനുള്ളൊരു വാർണിംഗ് കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു ഈ സമ്മേളനം എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഏതൊരു രാജ്യത്തിനും മുന്നോട്ട് പോകണമെങ്കിൽ, ഏതൊരു ഒരു ഭരണകൂടത്തിനും ഒരു രാജ്യത്തെ നേരായ ദിശയിലേക്ക് നയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ആദർശം ആവശ്യമാണ്. ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുള്ള ഭരണകൂടങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും ആ ഒരു ദേശീയ വികാരം ജനതയുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആദർശ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി അവരുടെ പാർലമെൻറ്റ് മെമ്പർമാരുടെയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ദേശീയ തലത്തിൽ സ്വീകാര്യത കിട്ടിയിരുന്നത്. ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സ്വീകരിച്ചിരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊരു ചിത്രം അവർ വരച്ചു കാട്ടിയതുകൊണ്ടായിരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിലെ അവരുടെ പ്രത്യയശാസ്ത്രപരമായ തകർച്ച, അതോടൊപ്പം തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെ വളരുന്നില്ല, സംഘടനാപരമായി താഴേക്ക് പോകുന്നു എന്നുള്ള ഒരു സ്ഥിതി വന്നു. കേരളത്തിലും അവർ ആദർശത്തിൻ്റെ പേരിലല്ല അക്രമത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത് എന്ന് പരമാവധി പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കേഡറുകൾ ആദർശ രാഷ്ട്രീയത്തിൽ നിന്നും വഴുതി പോകാതിരിക്കുവാനും അവരെ ശ്രദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായിരുന്നു സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതിൽ ഞങ്ങൾ വിജയിച്ചു. മറ്റൊന്ന്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അജിത്തേട്ടൻ പല തവണയും പറഞ്ഞു. ഞാൻ പറയുന്നു, ഈ സമ്മേളനം നടത്തിയത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് വരെയല്ല, ഞങ്ങളായിരുന്നു. നിങ്ങളുടെ ഈ ആദർശ രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തസത്ത ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, എന്താണ് BJPയുടെ ഇന്ത്യയിലെ പ്രതിച്ഛായ, കേരളത്തിലെ പ്രതിച്ഛായ എന്താണ്? ഇവിടെ അമ്പലം പൊളിച്ചത് ആരാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. 1992 അയോധ്യ. ആ ആദർശ രാഷ്ട്രീയം മാറ്റിയെന്നാണോ ഇപ്പോൾ രാജേഷ് പറഞ്ഞിരിക്കുന്നത്? ഗുജറാത്തിലെ നടന്ന നരനായാട്ടിൻ്റെ കാര്യം കേരളത്തിൽ ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഇന്ത്യക്കാർ മറന്നിട്ടില്ലല്ലോ, ഗുജറാത്തുകൾ മറന്നിട്ടില്ലല്ലോ. ആ ആദർശ രാഷ്ട്രീയമില്ലെന്ന് ആ ആദർശ രാഷ്ട്രീയമാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? അന്നത്തെ ദർശനം തന്നെയാണോ ഇപ്പോഴത്തെ ദർശനം? ആ ദർശനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? കോഴിക്കോട്ടെ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായിട്ടല്ല കാണേണ്ടതെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അദ്ദേഹം ആദർശ രാഷ്ട്രീയം മാറ്റി എഴുതുകയാണോ? ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം നടന്ന ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെക്കുറിച്ച്, കലാപത്തെക്കുറിച്ച് താങ്കളോട് സൂചിപ്പിച്ചു. ഗുജറാത്തിൻ്റെ ചരിത്രം താങ്കൾ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കുമല്ലോ, സാറ് പഠിച്ചിട്ടുണ്ടല്ലോ. ഗുജറാത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാലത്തും നരേന്ദ്രമോദി ജനിക്കുന്നതിന് മുൻപ് അവിടെ എത്ര വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ കലാപത്തെ ന്യായീകരിക്കുകയല്ല. എത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട്? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട്? നരേന്ദ്രമോദിജി മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരൊറ്റ കലാപം അവിടെ നടന്നു. ആ കലാപത്തിന് ശേഷം ഇന്ന് വരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ച് ഗുജറാത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു കലാപം പോലും ഗുജറാത്തിൽ കലാപങ്ങളായിരുന്നു. ഏത് മുമ്പ് നടന്നതിൽ 99% വർഗീയ കലാപങ്ങളായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വേറൊരു കാലഘട്ടത്ത്, വേറൊരു സമയത്ത് ഓരോ കലാപത്തിൻ്റെയും ചരിത്രമെടുത്ത് ഈ നല്ലൊരു ശതമാനവും വർഗീയ കലാപങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഓരോ ചരിത്രം അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ് ശക്തമായ ഇടപെടലിനെ തുടർന്ന് അതിനുശേഷം ഒരു കലാപം ഉണ്ടായില്ല. 92 ബാബറി മസ്ജിദ്, ബാബറി പള്ളിയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതിന് എങ്ങനെ അവിടെ ഇത് വന്നു? അത് ഇന്ത്യൻ ജനതയുടെ ഒരു വികാരമായിരുന്നു. BJP RS ഒന്നും ആഹ്വാനം ചെയ്തിട്ടൊന്നുമില്ല. ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നടന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ആ മൂവ്മെൻറ്റ് ഒരു ഔട്ട്കം എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചു. ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴേക്കും ഞാൻ ഈ തകർത്തതിന് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിവിടെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാം. സുപ്രീം കോടതി വിധി വന്നപ്പോഴേക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. അവിടെ വേണ്ടത് രാമക്ഷേത്രമാണ് എന്ന് അയോധ്യയിലെ
മുസ്ലിം സമുദായം ഉൾപ്പെടെ അവിടെ വേണ്ടത് രാമക്ഷേത്രമാണെന്ന് വാദിക്കുന്ന ഭാഗമുണ്ടല്ലോ. ഇനി കോഴിക്കോട് മുസ്ലിം സമുദായത്തെ പരാമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗം നടത്തി. ഉദ്ദേശമുണ്ട്, അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കേരളത്തിൽ നല്ലൊരു ശതമാനം ന്യൂനപക്ഷ ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷ ജനതയുടെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ, ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു സ്വീകാര്യമല്ലാത്ത തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തെറ്റായ പ്രചരണങ്ങൾ പ്രത്യേകം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാജേഷ്, രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുന്നു, അതല്ലേ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ. അല്ല, അവർ ഇടതുപക്ഷം അവരുടെ കാര്യം പറഞ്ഞോട്ടെ, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോഴേക്കും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ, ഈ ലോകത്തിൽ, ഈ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ കാണുന്നത് ഈ രീതിയിലാണ് എന്ന് പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഒന്നിടപെട്ട് BJPയുടെ വളർച്ച ന്യൂനപക്ഷങ്ങളിൽ ഒരു അരിഷിതാവസ്ഥ ഉണ്ടാക്കുന്നില്ലേ കേരളത്തിൽ പോലും? തീർച്ചയായിട്ടും അത് താങ്കളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ താങ്കളെപ്പോലുള്ള അല്ലല്ല, അത് അവർക്ക് വേണ്ടി നിങ്ങൾ പറയുന്നതാണ്. അവർക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ബലൂചിസ്ഥാനിലെ കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെയുള്ള അവസ്ഥകളല്ലേ നമ്മുടെ കാശ്മീരിലും കേരളത്തിലും. ഞാൻ പറയട്ടെ, ഞാൻ ചോദിച്ചോട്ടെ താങ്കളോട്, അങ്ങനെ ഒരു ഫീല് മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഇത്രയും സീറ്റുകൾ ജയിക്കാൻ ലോക്കൽ ബോഡി സാധിക്കുമല്ലോ. ഞങ്ങൾക്ക് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജയിച്ച സീറ്റുകൾ എടുത്ത് നോക്കിയാൽ നല്ലൊരു ശതമാനം മുസ്ലിം സമുദായത്തിന് നല്ല മെജോറിറ്റിയുള്ള സീറ്റുകൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. നിയോജകമണ്ഡലത്തിൽ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? മുഴുവൻ സീറ്റുകളും നിയമമണ്ഡലത്തിൽ മുഴുവൻ വോട്ടുകളും രാജഗോപാലിന് ചെയ്തത് ഹിന്ദു സമുദായത്തിലുള്ളവർ മാത്രമാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അല്ല, മുസ്ലിം ക്രിസ്ത്യൻ, ഞങ്ങളുടെ മുസ്ലിം ഇപ്പൊ PC തോമസ് ഇല്ല, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിനെ മാത്രം വോട്ട് മേടിക്കുന്ന. അപ്പൊ പിന്നെ അരക്ഷിതാവസ്ഥ അവർക്ക് തോന്നുന്നു എന്ന് കോൺഗ്രസ് പറയുന്നതാ, ഇല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നത്. ഈ ഇടതുപക്ഷവും BJPയും തമ്മിലെ വഴക്കുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ പക്ഷേ അജിത്ത് ഇടതുപക്ഷക്കാരനല്ലല്ലോ. അല്ല, കാരണം ഇത് BJPയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള RSSO, അവരുടെ RSS ഇപ്പം ഞങ്ങളുടെ പാർട്ടി പരിപാടി 1964 ഉണ്ടാക്കിയതാണ്. അത് പിന്നീട് ഞങ്ങൾ 2000 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 1964 പാർട്ടിയിൽ കോൺഗ്രസിനെയും ജനസംഘത്തെയും ഞങ്ങൾ പറയുന്നുണ്ട്. രണ്ടും ബൂഷ്വാ പാർട്ടി, മുതലാളി വർഗ പാർട്ടിയാണ്, ബൂഷ്വാ ലാൻഡ് ലോർഡ് പാർട്ടിയാന്ന് പറയുന്നത്. പക്ഷേ ജനസംഘത്തെ പറ്റി എടുത്തു പറയുന്നത് ഇത് ഈ അതിരൂക്ഷമായ വർഗീയതയെ, ഹിന്ദു വർഗീയതയെ വളർത്തുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഇതിനെ കൂടുതൽ എതിർക്കേണ്ടതുണ്ട്. ഇത് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞങ്ങൾ പ്രകടമാക്കാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കാറുണ്ട്. കാരണം ഇവരും ബൂഷ്വാ ലാൻഡ് ലോർഡ് പാർട്ടി തന്നെയാണ്, മുതലാളി വർഗത്തിൻ്റെ ജന്മികളുടെ പാർട്ടി തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഹിന്ദു വർഗീയതയെ, അത് മറ്റേ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ എതിർക്കപ്പെടേണ്ട 3 വിഭാഗങ്ങൾ പറഞ്ഞതിൽ മുസ്ലിമുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, ഇത് 3ആണ് പറയുന്നത്. ആ വിചാരധാര ഇവർ തള്ളി പറയും. ഇപ്പോൾ വട്ടമേശ ചർച്ച ചെയ്യുന്നത് BJP ദേശീയ കൗൺസിൽ യോഗം കോഴിക്കോട്ട് നടന്നത്, നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, എന്താണ് കേരളത്തിൽ BJPയുടെ അജണ്ട, BJPയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഗതി എന്തായിരിക്കും? വട്ടമേശ ചർച്ച ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് VV രാജേഷ്, ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ശ്രീ CP നാരായണൻ, CPM നേതാവ്, രാജ്യസഭാംഗം, ഡോക്ടർ ജോസുകുട്ടി CA, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ, J. അജിത് കുമാർ, വീക്ഷണം റെസിഡന്റ് എഡിറ്റർ. നന്ദി, നമസ്കാരം.